തട്ടിക്കൊണ്ടുപോയ കൂത്താട്ടുകുളം നഗരസഭ വനിതാ കൗൺസിലർ കലാരാജു കോടതിയിൽ രഹസ്യമൊഴി നൽകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൊഴി നൽകാൻ കഴിയില്ലെന്ന് കലാരാജു അറിയിച്ചു. കേസിൽ പിടിയിലായ 4 പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. മൂവാറ്റുപുഴ കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കുക. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ രഹസ്യമൊഴി നൽകുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം അറിയിച്ചാണ്, പക്ഷേ രഹസ്യമൊഴി നൽകില്ല എന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അറിയിക്കുന്നു. കലാരാജു, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, കൂത്താട്ടുകുളം അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിൽ തട്ടിക്കൊണ്ടുപോയ കലാരാജു ഇന്ന് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകുമെന്നായിരുന്നു അറിയിച്ചത്. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2:30 കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തി രഹസ്യമൊഴി നൽകുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർമാർ ഇപ്പോൾ മറ്റൊരിടത്തേക്കും പോകേണ്ട, ആശുപത്രിയിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശം നൽകി. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് കലാരാജു. ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ഇപ്പോൾ മൊഴിയെടുക്കാനുള്ള ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എത്തിയേക്കും എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. അതേസമയം മൂവാറ്റുപുഴ കോടതിയിലേക്ക് പിടിയിലായ 4 പ്രതികളുണ്ടായിരുന്നു. ഇതിനകത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പേരെയാണ് ഇന്നലെ പിടികൂടിയത്. ആ പിടികൂടിയ പ്രതികളെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൂവാറ്റുപുഴ കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. അതിനിടയിൽ തന്നെ കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് പ്രതികളെ ഇപ്പോൾ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കുകയും രഹസ്യമൊഴി അടക്കമുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. പ്രജിൻ, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.